ആരാ? അനന്തൻ ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഹോസ്പിറ്റലിൽ വരും, അവിടെ ചെന്ന് കണ്ടാ മതി. ഡോക്ടറെ കാണാൻ എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാ വരുന്നത്. മനുഷ്യന് എന്താ അസുഖം? ആർക്കും ഒരു അസുഖം ഇല്ലെന്നേ. ചേടാ ഇതെന്താ പാടാ? അസുഖം ഉണ്ടെങ്കിലേ ഡോക്ടറെ വീട്ടിൽ വരാവുള്ളൂ. പിന്നെ ഇയാൾ ആരാ? എന്തിനാ ഇങ്ങോട്ട് സൈക്കിൾ കെട്ടിയെടുത്തത്? കെട്ടിയെടുത്ത് എന്നല്ല തന്നെയാ. തന്നെ വീട്ടിന് മുമ്പ് കിടന്ന് ബഹളം ഉണ്ടാക്കല്ലോ. ഞാനാണോ? ആരാ നിങ്ങൾ? ചുമ്മാ ഇരിക്കണം കേട്ടോ. ഒരു സമൻസ് ഉണ്ട്. സമൻസോ? ആ എന്താ നോട്ടീസിൽ? അന്ന് ട്രാഫിക് ബ്ലോക്കിൽ വെച്ചൊരു ഡിവൈഎസ്പി ആയിട്ട് ഉടക്കുണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ കേസായി. നിനക്കിത് നിസാരം. സംഗതി പോലീസ് കേസാ. ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ഞങ്ങളൊന്നും പറയായിരുന്നില്ലേ? അതിന് തക്കതായ ഒന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ടാണോ ഡിവൈഎസ്പി നിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്? നഗ്നമായ ഒരു അനീതി നേരിൽ കാണാൻ ഇടവന്നുകൊണ്ട് ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യം. അതും എനിക്ക് വേണ്ടിയല്ല, ഒരു പേഷ്യന്റിന് വേണ്ടി. ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റിന് നടുറോട്ടിലിട്ട് അമ്മാനമാടുന്നത് കണ്ടാൽ പോലീസിനോടൊന്നല്ല മന്ത്രിയോടായാലും നട്ടിലുള്ള ആണുങ്ങൾ പ്രതികരിച്ചു പോകും. നമുക്കില്ലേ ഒരു ഐഡന്റിറ്റി, ഒരു യൂണിഫോം, അതിനൊരു വിലയില്ലേ? സമ്മതിച്ചു. നീ പറയുന്നത് മുഴുവൻ സമ്മതിച്ചു. എന്ന് വെച്ച് പബ്ലിക്കായി ഒരു പോലീസ് ഓഫീസറെ ഇൻസൾട്ട് ചെയ്താൽ? I beg to differ. It was not an insult. It was human and natural. അതിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ആ പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ഒരു കോംപ്രമൈസ് കൊണ്ട് എന്താ തകരാറ്? എന്തിന്? അയാളുടെ വിദ്വേഷം ഒഴിവാക്കാൻ, അത്ര തന്നെ. അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ ടൗണിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു സീനിയർ ഓഫീസർക്ക് എന്തും ചെയ്യാൻ കഴിയും. 1000 പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനൊക്കെ നമുക്ക് സമാധാനം പറയാൻ പറ്റൂ. ബഹുമാനമാവാം. പക്ഷേ കാക്കിന്ന് കേൾക്കുമ്പോൾ സ്വയം വിധേയത്വം തോന്നുന്ന ഈ പൈങ്കിളി മനോഭാവം ചേട്ടനെ പോലും സർജന് യോജിക്കില്ല. പ്ലീസ്. എടാ, എനിക്ക് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് സമ്മതിച്ചൂടെ?